ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കിയത് മന്ത്രി തന്നെ. മന്ത്രിക്ക് രാജിവെക്കണം, പക്ഷേ സമയമില്ല. ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കിയത് തന്നെയെന്ന് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. കുരുക്കായി മാറുന്നു മുൻ പേഴ്സണൽ സ്റ്റാഫിന്റെ മൊഴി മന്ത്രി ഗണേഷ് കുമാറിന്. സോളാർ പീഡനക്കേസിലെ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് അടുത്ത ബന്ധമെന്നും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസുകളിലും അവർ സ്ഥിരം സന്ദർശക എന്നുമുള്ള മൊഴിയാണ് പുറത്തു വന്നത്. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ സോളാർ പീഡനക്കേസിൽ കൊടുക്കാൻ മന്ത്രിയായിരുന്ന കെ ബി ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദത്തിന് തിരികൊളുത്തുന്നു. ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ കൊട്ടാരക്കര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ് ഇപ്പോൾ ഗണേഷിന് തിരിച്ചടിയാകുന്നത് എന്നുള്ളത്. ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹത്തെയും മറ്റ് UDF നേതാക്കളെയും പീഡനക്കേസിൽ കുടുക്കുമെന്നും ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞിരുന്നുവെന്നാണ് സുധീറിന്റെ മൊഴി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പായതോടെ LDFനും ഗണേഷ് കുമാറിനും ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന കാലയളവിൽ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന വ്യക്തിയാണ് സുധീർ മലയിൽ. സോളാർ പീഡന കേസിലെ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസുകളിലും അവർ സ്ഥിരം സന്ദർശകയായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. കുടുംബ വഴക്കിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഗണേഷിനെ തിരികെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുവാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാതിരുന്നതാണ് വൈരാഗ്യത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ പ്രതികാരമായിട്ട് സോളാർ പരാതിക്കാരിയുടെ കത്തിൽ 4 പേജുകൾ അധികമായി കൂട്ടിച്ചേർത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ കേസിൽ കൊടുക്കുവാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആക്ഷേപം. ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധം വോട്ടർമാർക്കിടയിൽ സജീവമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ തെരഞ്ഞെടുപ്പിൽ UDF പ്രധാന ആയുധമാക്കും. 2011 മുതൽ 2013 വരെ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുധീർ മലയിലാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത്. ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുവാൻ സോളാർ കേസ് പ്രതിയുടെ കത്തിൽ 4 പേജ് ഗൂഢാലോചന നടത്തി അധികമായി എഴുതി ചേർത്തെന്ന കേസിലാണ് 4ാം സാക്ഷിയായിട്ട് സുധീർ മലയിൽ മൊഴി നൽകിയിരിക്കുന്നത്. 2013 മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാറിനെ ഒഴിവാക്കണമെന്ന് കാട്ടി R ബാലകൃഷ്ണപിള്ള സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടും ഉമ്മൻചാണ്ടി ഗണേഷിനെ സംരക്ഷിച്ചു. 2013 ഭാര്യ യാമിനി തങ്കച്ചി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ ഗാർഹിക പീഡന കേസ് അത് അറസ്റ്റിന്റെ ഘട്ടമെത്തിയപ്പോഴാണ് 2013 ഏപ്രിൽ മാസം 2-ന് ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നത്. കേസ് ഒത്തുതീർപ്പാക്കുവാൻ അന്ന് തൊഴിൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിനെയാണ് ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയത്. കേസ് ഒത്തുതീർപ്പായതോടെ വീണ്ടും മന്ത്രിയാകുവാനുള്ള ആഗ്രഹം ഉമ്മൻചാണ്ടിയോടും UDF നേതാക്കളോടും ഗണേഷ് കുമാർ അറിയിച്ചു. എന്നാൽ പലവിധ കാരണങ്ങളാൽ അത് നടന്നില്ല. ഇതിന്റെ നീരസം ഗണേഷ് കുമാറിന് ഉണ്ടായിരുന്നു താനും. ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കളെയും പാഠം പഠിപ്പിക്കും, പെണ്ണുകേസിൽ പ്രതിയാക്കും എന്നെല്ലാം അന്ന് അടുപ്പമുണ്ടായിരുന്ന തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സുധീർ പറയുന്നത്. 2015 ഗണേഷ് കുമാർ ഇടതുമുന്നണിയോട് അടുക്കുകയും പത്തനാപുരത്ത് വിജയിക്കുകയും ചെയ്തു. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെട്ടെന്നറിഞ്ഞപ്പോഴാണ് ഗൂഢാലോചന ബോധ്യമായത് എന്ന് സുധീർ മലയിൽ മൊഴി നൽകി. ഇപ്പോൾ കോൺഗ്രസ് പത്തനാപുരം ബ്ലോക്ക് പ്രസിഡന്റാണ് സുധീർ. സോളാർ കേസ് പ്രതി മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവരെ 1ഉം 2ഉം പ്രതികളാക്കി അഭിഭാഷകൻ സുധീർ ജേക്കബാണ് കേസ് നൽകിയിരിക്കുന്നത്. വാദി ഭാഗത്തിന് വേണ്ടിയിട്ട് അഭിഭാഷകരായിട്ടുള്ള ജോലി ഹാജരാകുകയും ചെയ്തിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സോളാർ എന്ന് പറയപ്പെടുന്നത് വീണ്ടും കത്തിക്കുവാനുള്ള പുറപ്പാടിലാണ് UDF. സംശയമില്ല, അത് അങ്ങനെ തന്നെ കത്തുക തന്നെ ചെയ്യും. ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കിയത് ഈ മന്ത്രി തന്നെ എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ധാർമ്മികതയുടെ പേരിൽ അല്ലെങ്കിൽ ആ പേര് പറഞ്ഞെങ്കിലും മന്ത്രിക്ക് രാജിവെക്കേണ്ടതല്ലേ? പക്ഷേ സമയമില്ല. കാരണം തിരഞ്ഞെടുപ്പിന് ഇനി 2 മാസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ രാജിവെക്കാതെ ഗണേശന് രക്ഷപ്പെടാം.